സോ നമ്മൾ നേരത്തെ എസ് എൽ അല്ല CLR പാഴ്സറുണ്ട്. CLR പാഴ്സർ പോലെ സെയിമാണ് LALR പാഴ്സർ. സോ LALR പാഴ്സറിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഒരേപോലുള്ളത്, അതായത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ്റെ LALR ആണ് ഞാനിപ്പോൾ പറയണം. നമ്മൾ നേരത്തെ ചെയ്ത CLR ആണ്. CLRൻ്റെ സെയിം ഗ്രാഫായിരിക്കും LALR. അപ്പോൾ നോക്കിക്കോ, CLRൻ്റെ ഈ ഒരു ഇതിൽ സെയിം ആയിട്ട്, അതായത് പ്രൊഡക്ഷനൊക്കെ സെയിമാണ്, ഡോട്ടും എല്ലാം കറക്റ്റായിട്ട് വരും. ലുക്ക് ഹെഡ് മാത്രം ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്ലോക്സ് ഉണ്ടോ എന്ന് നോക്കുക. ആ ബ്ലോക്സിനെ ജോയിൻ ചെയ്ത് ടേബിളിൽ ഫില്ല് ചെയ്യുന്ന രീതിയാണ് LALRൽ വരുന്നത്. അതായത് ഇപ്പം നമ്മൾ ഇതിലേതെങ്കിലും സെയിം ആയിട്ട്, അതായത് ഇതേപോലെ ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? ഇല്ല. ഇതേപോലെ ഇത് മാത്രമേ ഉള്ളൂ. അടുത്ത I1 ആണെങ്കിൽ നോക്കിക്കുക, I1 ഇല്ല. I2 നോക്കിക്കേ, I2 ഉണ്ടോ? ഇല്ലല്ലേ. I2 പോലെ എവിടെയെങ്കിലും ഉണ്ടോ? A.A ഇങ്ങനെ ഇല്ല. എല്ലാം സെയിം, അതായത് ഈ ഒരു I2 എന്നുള്ള ബ്ലോക്കിലുള്ള എല്ലാം സെയിം ആയിട്ടൊരു ബ്ലോക്കിൽ വരണം. ലുക്ക് ഹെഡ് മാത്രം ഡിഫറെൻ്റ് ആയാൽ മതി. നോക്കിക്കേ, I3 നോക്കിക്കേ, A.A നോക്കിക്കേ, I3യും I6ഉം ബ്ലോക്ക് നോക്കിക്കേ, A.A സെയിം അല്ലേ, A.A .B ആകെ ഉള്ള ചേഞ്ച് ലുക്ക് ഹെഡ്. ഇവിടെ A⁻B ആണെങ്കിൽ ഇവിടെ $. അങ്ങനെ ലുക്ക് ഹെഡ് മാത്രം ചേഞ്ചുള്ള സെയിം ആയിട്ടുള്ള ബ്ലോക്സിനെ ജോയിൻ ചെയ്ത് നമ്മളിവിടെ എഴുതും. ഓക്കെ, മനസ്സിലായ കോൺസെപ്റ്റ് മനസ്സിലായി. നമുക്ക് ആദ്യമേ നോക്കാം. നമ്മൾ പറഞ്ഞ ആദ്യം എല്ലാ ബ്ലോക്കും ഫില്ല് ചെയ്യണമല്ലോ. അപ്പോൾ ആദ്യം I0 വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പം I0 അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാത്തത് നോർമലായിട്ട് തന്നെ എഴുതുക. അപ്പോൾ I0യ്ക്ക് ആദ്യം നമ്മൾ സ്മോൾ a കൊടുക്കുമ്പോൾ I3. അപ്പം നമ്മൾ നേരത്തെ ചെയ്ത പോലെ S3. ഓക്കെ, ഇനി I0യ്ക്ക് B കൊടുക്കുമ്പോൾ I4. അപ്പോൾ നമ്മൾ S4. ഇനി I0യ്ക്ക് ക്യാപിറ്റൽ A I2. അപ്പോൾ നമ്മൾ 2 എന്ന് നമ്പർ കൊടുക്കുക. അതേപോലെ I0യ്ക്ക് S എന്ന് പറയുമ്പോൾ 1. ഓക്കെ, ഇനി I1ൽ A. I1 അക്സെപ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ I1ൻ്റെ $ൻ്റെ അവിടെ അക്സെപ്റ്റ്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ട ഏതാ? I2 എന്താ വേറെ ഒരേപോലെ വരാത്തതുകൊണ്ട് നമുക്ക് I2 എന്ന് തന്നെ എഴുതാം. അപ്പോൾ I2ൽ A കൊടുക്കുമ്പോൾ I6 ആണ്. അപ്പോൾ നമ്മളിവിടെ S6 എന്ന് എഴുതി. ഓക്കെ, ഇനി I2ൽ B വരുമ്പോൾ I7, അതായത് S7. ഓക്കെ, ഇനി I2ൽ ക്യാപിറ്റൽ ലെറ്റർ A വരുമ്പോൾ 5 ആണ്. 5 ഗോ ടു Aയിൽ 5. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ജോയിൻ ചെയ്യുന്നു പറഞ്ഞല്ലേ. നമ്മൾ നേരത്തെ ആ ഒരു നോക്കിക്കേ, നമ്മൾ പറഞ്ഞു 3യും, അതായത് I3യും I6ഉം സെയിം ആണല്ലേ. സെയിം ആകുമ്പോൾ ഈ I6ഉം I3യും I6ഉം എന്ത് ചെയ്യും? ജോയിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇതിൻ്റെ Aയും Bയും ഒക്കെ എന്ത് ചെയ്യും? ജോയിൻ ആവും. അതായത് ഇവിടെ S3യും S6ഉം ആണെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ S36 എന്ന് എഴുതും. അതേപോലെ Bയുടെ കേസിൽ S4ഉം S7ഉം ആണെങ്കിൽ നമ്മൾ എന്തെഴുതും? S47 എന്ന് എഴുതും. ഓക്കെ, അതേപോലെ എയുടെ കേസിൽ ഗോ ടു A 8 9 ആണെങ്കിൽ 89 എന്നാണ് എഴുതണം. കാണിച്ചു തരാം എങ്ങനെയെന്ന്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് ഏതൊക്കെ ജോയിൻ ചെയ്ത് I3 എഴുതുന്നതിന് നെക്സ്റ്റ് നമുക്കിവിടെ വേണ്ടത് I3 ആണ്. I3യും I6ഉം നമ്മൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് അതിനി മുതൽ 36 എന്ന് എഴുതണം. എന്തെന്ന് എഴുതും? 36 എന്ന് എഴുതിയിട്ട് Aയും Bയും ജോയിൻ ചെയ്ത് എഴുതും. Aയും Bയും ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെ വരും? A ജോയിൻ ചെയ്യുമ്പോൾ S36. അപ്പം എയുടെ അവിടെ S36, ബിയുടെ അവിടെ ഇത് രണ്ടും ജോയിൻ ചെയ്യും, S4ഉം S7. അപ്പോൾ എങ്ങനെ വരും? S47. മനസ്സിലായോ? ഇനി ഗോ ടു ആണെങ്കിലോ, I3ൽ Aയിൽ 8 ആണ്, I6ൽ Aയിൽ 9. അപ്പോൾ നമ്മൾ 89 എന്ന് എഴുതും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ. ഞാൻ ഈ കാണിക്കുന്നത് CLRൻ്റെ ആണ്. ഓക്കെ, ഇനി അപ്പോൾ 3യും 6ഉം ആയി. നെക്സ്റ്റ് നമുക്ക് 3 കഴിഞ്ഞ് ഇനി 4 എഴുതണം അല്ലേ. അടുത്തിന് ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടോ നോക്കി. 4 നോക്കി, 4ന് സെയിം ആയിട്ട് ഏതെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? 4ഉം I4ഉം I7 നോക്കിയേ. A gives B dot, A gives B dot. ഇവിടെ $, ഇവിടെ A⁻B. ലുക്ക് ഹെഡ് ചേഞ്ച് ആയിട്ടുള്ള 2 ബ്ലോക്കില്ലേ, സെയിം കണ്ടൻറ്റ് സെയിം ആണല്ലേ, ലുക്ക് ഹെഡ് മാത്രം ചേഞ്ച്. അപ്പോൾ നമുക്ക് I4 I7 എന്ത് ചെയ്യാം? കമ്പൈൻ ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ നോക്കാം? I4ഉം I7, I4ഉം I7. അപ്പോൾ ഏതൊക്കെ? R3 I4 I7. ഓക്കെ, അപ്പോൾ ഇവിടെ I4ഉം I7ഉം ജോയിൻ ചെയ്ത് നമുക്ക് എങ്ങനെ 47 എന്നായിരിക്കും. I4ന് പകരം നമ്മൾ 47 എന്ന് എഴുതും. ഓക്കെ, ഇനി അതിൻ്റെ A ജോയിൻ ചെയ്യുമ്പം R3യും I7ൽ ഒന്നുമില്ല, അപ്പോൾ R3 മാത്രം എഴുതിയാൽ മതി.
ഓക്കെ. ഇനി അതേപോലെ I7 വേറെ ഒന്നുമില്ല, I4 R3 ഉണ്ട് ബി കൊടുക്കുമ്പോൾ, അപ്പോൾ അതും R3 എന്ന് എഴുതുക. ഇനി ഡോളറൊന്നുമില്ല. ഇനി അടുത്ത എ നോക്കിക്കേ, I4 എ ഇല്ല, I7 ഡോളറുണ്ട് R3, അതും സെയിമായിട്ട് R3 എന്ന് കൊടുക്കുക. ഓക്കെ, ജോയിൻ ചെയ്യാൻ ഇവിടെ അധികമൊന്നുമില്ല, സെയിം R3 മൂന്നിലും വരും, എ ബി ഡോളർ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് അപ്പോൾ 4 കഴിഞ്ഞു. ഇനി I5 വേറെ ഇല്ലല്ലേ, അപ്പോൾ I5 അതേപോലെ എഴുതുക. I5 ഓക്കെ, I5 എന്ന് എഴുതുക, അല്ലെങ്കിൽ വെറും 5 എന്നും കൊടുത്താലും മതി. ഓക്കെ, I5. അപ്പോൾ I5 വേറെ ഒന്നും കണ്ടീഷനില്ല. അപ്പോൾ ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ലുക്ക് അഹെഡ് നോക്കാം, അത് വേറെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ I5 സാധാരണ നേരത്തെ CLR ചെയ്ത പോലെ ഡോളറാണ്. ഡോളറാകുമ്പോൾ ഡോളറിൻ്റെ അവിടെ I5 പ്രൊഡക്ഷൻ ഏതാ? I5 എന്ന് പറയുമ്പോൾ എസ് ഗീവ്സ് എ, അത് ഒന്നാമത്തെ പ്രൊഡക്ഷനാണ്. അപ്പോൾ R1 ആണ്. അപ്പോൾ R1 എവിടെ കൊടുക്കുക? ഡോളറാണ് ലുക്ക് അഹെഡ്, R1 എന്ന് ഡോളറിൽ കൊടുക്കുക. ഓക്കെ അല്ലേ. ഇനി I6 നമ്മളിവിടെ ജോയിൻ ചെയ്തു, അപ്പോൾ ഇനി I6 വരില്ല. I7 നമ്മളിവിടെ ജോയിൻ ചെയ്തു, അപ്പോൾ I7 വരത്തില്ല. ഇനി I8 നോക്കാം. I8 നോക്കുന്ന സമയത്ത് ഇനി I8 ഏതെങ്കിലും സിമിലർ ആയിട്ടുണ്ടോ? I8 I9 നോക്കിയേ, എ ഗീവ്സ് എ ഡോട്ടും എ ബാർ ബി, എ ഗീവ്സ് എ ഡോട്ട് ഡോളർ. രണ്ടിലും കണ്ടൻറ്റ് സെയിം ആണ്, ലുക്ക് ഹെഡ് മാത്രം. ഇവിടെ എ ബാർ ബി ആണ്, ഇവിടെ ഡോളർ. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്യാമല്ലോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ജോയിൻ ചെയ്യേണ്ടത് 8 9, I8 I9, 89 ആയി. ഇനി അതിൻ്റെ എയും ബിയും ജോയിൻ ചെയ്തേ, അതിൻ്റെ എയും ബി. I8 എ എന്ന് പറയുന്നത് R2 ആണ്, I9 എ ഇല്ല, അപ്പോൾ R2 മാത്രം നമ്മൾ എഴുതും. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും I8 ബി, R2 I9 ബി ഇല്ല, അപ്പോൾ അതും എന്താ? R2. ഇനി I8 തീർന്നു. ഇനി I9 ആണെങ്കിൽ ഡോളറുണ്ട്, R2, അതും 89 കൂടെ R2. ഓക്കെ, സോ ഇങ്ങനെയാണ് എഴുതുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മളിവിടെ I3 6 ജോയിൻ ചെയ്തു. അപ്പോൾ ഇതിന് മുമ്പിൽ എവിടെയെങ്കിലും 3 ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ 6 കൂടെ ആഡ് ചെയ്ത് എഴുതിക്കോണം. അതേപോലെ 4 7 ജോയിൻ ചെയ്തു. അപ്പോൾ ഇനി മുമ്പിൽ എവിടെയെങ്കിലും 4 ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ 7 ആഡ് ചെയ്ത് എഴുതിക്കോണം. ഇവിടെ വീണ്ടും 6 ഉണ്ട്, അപ്പോൾ 3 36 ആക്കുക. ഇവിടെ 7 ഉണ്ട്, അത് മാറ്റി 47 ആക്കുക. മനസ്സിലായോ? ഇതാണ് LA LR പാഴ്സർ. ഓക്കെ അല്ലേ.